ആരാധിക്കുന്ന, ശക്തി കുറഞ്ഞവനെ അല്ല, ശക്തനാക്കുന്നവനെ ആരാധിക്കുന്നവർ ഒരു നിമിഷം ഒന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. ശക്തനാക്കുന്ന ദൈവം. ഓ ലാംദി സോറോ കൽക്കാനയാം ദുനി റബൽക്കമാന ഹസ്തിമാ വൈഡേ വിറാന റബൽക്കമന ഘടകൽ പ്രവിടി വേദിയാന റീബൽക്കമാന ഘടകം ദുനോ റബനം ഘടകം വേദി വൈഡ മാനഗസ്തി പ്രവിടി അടകസിയാന്തോ റിബനം ഘടകം റിബൽക്കമാന ഘടകം വൈഡേ മാനം ഘടകം. എല്ലാവരും ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിലും മതിയായവനായി. ഓഹോ, അല്പസമയം എല്ലാവരും കരങ്ങളെ അടിച്ച് ഒന്ന് നമുക്ക് മൂവായി ഉണർന്ന് ആരാധിക്കാമോ? ഒന്ന് ആത്മാവിന്റെ നിറവിലേക്ക് വരാം. ആത്മാവിന്റെ നിറവില് ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ ആരാധിച്ചാട്ട് അടുത്ത ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് ആത്മാവിൽ ബലപ്പെടുവാൻ ഒന്നുകൂടി ശക്തിപ്പെട്ടാട്ട്. ഫയർ 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 ഫയർ. കൊടുങ്കാറ്റ് പോലെ ഇതിനകത്ത് ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. കൊടുങ്കാറ്റ് പോലെ. ഓ ഹല്ലേലൂയ. കൊടുങ്കാറ്റിന്റെ പ്രത്യേകതകൾ. ഓ ചിലതിന് വേരോടെ ഓ ദേശത്തുനിന്ന് ഹല്ലേലൂയ നമുക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി, ഓ കുടുംബങ്ങൾക്ക് വിരോധമായി ഇരിക്കുന്ന എല്ലാതിനെ വേരോടെ ഓ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങിയാൽ ഓ ഇളക്കി മാറ്റ്. ചിലത് റിമൂവ് ആകുന്നു, ചിലതിനെ കർത്താവ് റസൈം ചെയ്യുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ഓ ഹല്ലേലൂയ നിങ്ങളോട് പറയുന്നു, ശക്തനാക്കുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രസന്റ് ആയിട്ടുണ്ടോ? നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരുങ്ങിക്കൊണ്ട്. നിലം ഒരുങ്ങാതെ വിത്ത് വിതറാനല്ല, നിലം ഒന്ന് ഒരുങ്ങട്ടെ. അണ്ടമൊന്ന് കട്ടകൾ ഉടച്ച് ഒന്ന് നിലത്തെ ഒരുക്കി എടുക്ക. നല്ല ഒന്ന് പാമായി കഴിഞ്ഞാൽ വിത്ത് വിതറുക. ഹല്ലേലൂയ. കട്ട ഉടഞ്ഞ ശേഷം വിത്ത് വിതറിയാൽ എത്ര മേനി? 30, 60, 100 മേനി. 30, 60, 100 മേനി. ആ മേനിക്കായി കാത്തിരിക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ഹല്ലേലൂയ ഇന്ന് പകലിൽ പറയുന്നു. ഹല്ലേലൂയ. ചില യേഹൂമാരെ ദൈവം ഇസ്രായേലിന്റെ രാജാവായി പുറത്ത് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യാൻ പോകുന്നു. പുറത്തല്ല, ഉൾമുറിയിലോട്ട് യേശുവിന്റെ നാമത്തിൽ. 2 രാജാക്കളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ ചില ദൂതുകൾ ഞാൻ കൈമാറുക. ഉണർന്ന് പ്രാർത്ഥിച്ചോ. ഇതിനകത്ത് ഡോക്ടറേറ്റ് പഠിക്കുന്ന ആ തലമുറയുടെ ശരീരത്തിൽ നിന്ന് ചില കെട്ടുകൾ പൊട്ടുന്നു. ഓ ഹല്ലേലൂയ. ആമേൻ. നല്ലൊരു ഡോക്ടർ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിച്ചോ. കരമടിച്ച് വായികളെ തുറന്ന് ഓ എനിക്ക് നല്ലൊരു നേഴ്സ് ആകണം, എനിക്ക് നല്ലൊരു എഞ്ചിനീയർ ആകണം, എനിക്ക് നല്ലൊരു ഡോക്ടർ ആകണം, എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്ക് നല്ല ദൈവകൃപ വേണം, എനിക്ക് ഹോളി സ്പിരിറ്റ് വേണം. ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിൽ ദൈവത്തിലുള്ളവരല്ലേ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവത്തിലുള്ളവരല്ലേ എന്ന് ദൈവം പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് ആദ്യം വേണ്ടത് ഹോളി സ്പിരിറ്റ് ആണ്. എനിക്ക് ആദ്യം പരിശുദ്ധാത്മാവിനെ വേണം. അതിനുശേഷം എല്ലാ നന്മകൾക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആഗ്രഹിക്കുന്ന ഉള്ളത്തെ ഞാൻ അതിലാക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞു, ആഗ്രഹിക്കുന്ന ഉള്ളത്തെ അതിലാക്കാം, ആഗ്രഹിക്കുന്ന ഉള്ളത്തെ തൃപ്തിപ്പെടുത്താമെന്ന് പറഞ്ഞ ചിലത് ഇന്ന് വാഗ്ദത്തത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ കേൾക്കാം. ഓ ഞാൻ അകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആലയത്തിനകത്ത് ഹല്ലേലൂയ ഇരിക്കുന്ന തൻ്റെ ജനം ഒന്നുകൂടി തിരിച്ചറിയണം. ഇങ്ങനെയല്ല ആരാധിക്കുന്നത് കേട്ടോ. നിങ്ങൾ പറന്നോണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എല്ലാ ദിവസവും നിങ്ങളെ ഉതുക്കാനും ഇളക്കാനും ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ACP ഒന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളങ്ങ് വേണമെങ്കിൽ ആരാധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേദപുസ്തകത്തിലേക്ക് കടന്നു വരുന്നു. ആമേൻ ആമേൻ. 2 രാജാക്കളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 2 രാജാക്കളുടെ പുസ്തകം ഹല്ലേലൂയ 9-ാം അധ്യായം അത് 1 മുതൽ വായിക്കാം. എടുത്തവർ വായിച്ചോ. എലീശ പ്രവാചകൻ, ഒരു പ്രവാചകൻ ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്,
നീ അരകെട്ടി, നീ തൈലപാത്രം എടുത്തുകൊണ്ട് രാമത്തിലേക്ക്, ഗിലെയാദിലെ രാമത്തിലേക്ക് പോകാം. അവിടെ എത്തിയ ശേഷം ഹിംസിയുടെ മകനായ യഹോവാശുവിന്റെ മകൻ യേഹൂ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കി അകത്തു ചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകാം. നിൽക്കട്ടെ, ദൈവം ഒരു മനുഷ്യനെ കൂട്ടത്തിനകത്തു നിന്ന് വിളിച്ചു കൊണ്ടുവരുവാനാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഹല്ലേലൂയ. ദൈവം അയച്ചതും പ്രവാചകനാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പോ പ്രവാചകനും പ്രവാചകനല്ലാത്തവരും തമ്മിലുള്ള ഡിസ്റ്റൻസ്, കേപ്പ് എത്രത്തോളം വലുത്. പ്രവാചകനെ അയച്ചു. ഹല്ലേലൂയ. ഒരു പ്രവാചകൻ പോയാൽ മാത്രമേ ഈ യേഹൂവിനെ കൂട്ടത്തിനകത്തു നിന്ന് വിളിച്ചു കൊണ്ടുവരുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. എന്താ, ഒരു ഭൗതിക മനുഷ്യന് ഇവനെ ചിലപ്പോൾ തിരിച്ചറിയുവാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് പ്രവാചകനെ അയച്ചു. ഹല്ലേലൂയ. ഈ യേഹൂവിനെ ആമേൻ തിരഞ്ഞെടുക്കാൻ ഇവനെ വിളിച്ച് കൂട്ടത്തിൽ നിന്ന് തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന്, തൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ നിന്ന്, ഇരിക്കുന്ന കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് തന്നെ വിളിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകണം. ഇനി രണ്ട് അഭിഷേകമുണ്ട്. ഒന്ന് പാത്രത്തിലെ തൈലം, അടുത്ത് കൊമ്പിലെ തൈലം. ഏതാണ് നമുക്കിഷ്ടമുള്ള തൈലം? ഹല്ലേലൂയ. പാത്രത്തിലെ തൈലത്തിന് ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്താ, നിങ്ങൾക്ക് ഹല്ലേലൂയ അറിയത്തില്ലേ? സ്തോത്രം. കൊമ്പിലെ തൈലം ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്. എല്ലാവരും കരം പൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശ്വാസം. ഓ, നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഓ, ഇതൊക്കെ മാറണം കേട്ടോ. ഭാരം, ശാപം, രോഗം എല്ലാം മാറണം. എങ്ങനെ? യേശുവിൻ്റെ നാമത്തിൽ മാറിയാൽ. അപ്പോ പാത്രത്തിലെ തൈലം, കൊമ്പിലെ തൈലം. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഹല്ലേലൂയ, പാത്രത്തിലെ തൈലം തീർന്നാലും തീരാത്ത ഒരു തൈലം, കൊമ്പിലെ തൈലം. ആ തൈലം നിന്റെ തലമേൽ വീഴാൻ, യവനെ അഭിഷേകം ചെയ്യുവാൻ പാത്രത്തിലെ തൈലം കൊണ്ട് യവന്റെ തലമേൽ ഒഴിച്ച് യവനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റാൻ ദൈവത്തിന്റെ അരുളപ്പാട് കിടക്കുമ്പോൾ ഇന്ന് പകലിൽ ആത്മാവിൽ തിരിച്ചറിയുന്ന ജനത്തോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് വിളിച്ചു പറയുക. പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുക. പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുക. സത്യവേദ പുസ്തകം പ്രവചന ഗ്രന്ഥമായി തമ്പുരാൻ നിയമിക്കപ്പെട്ടത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം തുളച്ചു കയറിയാൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു നിന്നെ ഇന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. കൂട്ടത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഉൾമുറിയിലെ കൊണ്ടുചെന്ന് അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവാക്കി നിന്നെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ ഹല്ലേലൂയ. തൈലം നിന്റെ തലമേൽ വീഴുമ്പോ, ഈ തൈലം നിന്റെ തലമേൽ വീഴുമ്പോ നീ രാജാവായി മാറാൻ പോകുന്നു. ഇന്ന് വൽക്കാലം ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മനിറവ് പ്രാപിച്ചവർ ഉണ്ടെങ്കിൽ കരം അടിച്ചിട്ട് ഉണർന്നോ. അർത്ഥം വേദം വേദം വൈഡം മനകം. ഓ, ദൂതിലേക്ക് വാ. വെൽക്കം. ഉണർന്നു വാ. എല്ലാവരും കരമടിച്ച് ആരാധിച്ചാട്ട്, എല്ലാവരും ആത്മനിറവോടെ ആരാധിച്ചാട്ട്. പരിശുദ്ധാത്മാവില് ശക്തി പ്രാപിച്ചവരെ. ആമേൻ. ഹല്ലേലൂയ. തൈലം നിന്റെ തലമേൽ വീണാൽ നിന്റെ പേര് മാറും. തൈലം വീഴുന്നത് വരെയും നീ സാധാ മനുഷ്യനായിരിക്കും. തൈലം നിന്റെ തലമേൽ വീണ് കഴിഞ്ഞാൽ നീ രാജാവാകും. രാജാവാകണമെങ്കിൽ തൈലം വീഴണം. തൈലം വീഴാത്ത ഒരു ആരാധനയല്ല, അത് ആരാധനയാകത്തില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഉണർന്നു വരിക കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി താമസിച്ചേ പോകത്തുള്ളൂ. എൻ്റെ അകത്തൊരു ശുശ്രൂഷ ദൈവം കൈമാറിയിട്ടുണ്ട്. അത് ഞാൻ ഹോളിനകത്ത് കൈമാറാൻ പോവുകയാണ്, സഭാ ഹോളിനകത്ത് കൈമാറാൻ പോവുകയാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ട ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി ലേറ്റാകും. ഞാൻ അതിൻ്റെ മൂവ്മെന്റിലേക്ക് വരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ സഭയ്ക്കത് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തൈലം തലമേൽ വീണ് കഴിഞ്ഞപ്പോ യവനെ ഇസ്രായേലിന്റെ രാജാവായി ഉള്ള അഭിഷേകമാണ് യവന്റെ തലമേൽ വീണത്. ഇന്ന് ആരുടെയെങ്കിലും തലമേൽ അഭിഷേകം വീണാൽ നിന്റെ പേര് മാറാൻ പോകുന്നു. നിന്നെ രാജാവെന്നുള്ള പേരാക്കാൻ പോകുന്നു. രാജാവെന്നുള്ള പേര് വരാൻ പോകുന്നു. നല്ലൊരു രാജാവായി. ആരുടെ രാജാവ്? ഇസ്രായേലിന്റെ രാജാവായി. ഇസ്രായേലിന്റെ രാജാവായി. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഈ അഭിഷേകം നിന്റെ തലമേൽ വീഴാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി, കരമടിച്ച് വായി തുറന്ന് ഉറക്കെ ഒന്ന് വിളിക്കുമെങ്കിൽ ഈ അഭിഷേകം ചിലരുടെ തലയിൽ ഇന്ന് കൈമാറാൻ പോകുന്നു. ഈ അഭിഷേകം ചിലരുടെ തലയിൽ കൈമാറാൻ പോകുന്നു. ആത്മാവനോട് പറയുന്നു, പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഈ അഭിഷേകം ഈ കൂട്ടത്തിനകത്തു മാത്രമല്ല ജനലക്ഷങ്ങളിൽ കൺവെർട്ടാകാൻ പോകുന്നു. കരമടിച്ച് ആരാധിച്ചോ, കരമടിച്ച് ആരാധിച്ചോ, കരമടിച്ച് ആരാധിച്ചോ, കരമടിച്ച് ആരാധിച്ചോ. യെസ് 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 യെസ്. അഭിഷേകത്തിന് വേണ്ടിയാണ് നാം എല്ലാവരും കടന്നു വരുന്നത്. അഭിഷേകം കിട്ടണമെങ്കിൽ എവിടെ വരണം? പെന്തക്കോസിനകത്ത് വരണം. പെന്തക്കോസ് നാൾ ഹല്ലേലൂയ വെളിപ്പെടണം. പെന്തക്കോസിന്റെ അനുഭവം ഉണ്ടാകണം. അശുദ്ധിയെല്ലാം ചാരമാകണം. വിശുദ്ധി എന്നിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ വായി തുറന്ന് ഉറക്കെ ആരാധിച്ചോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മോനെ, വാ തുറന്ന് ആരാധിച്ചാൽ അഭിഷേകം കിട്ടും. നീ ദൈവവചനം എത്ര വർഷം പഠിച്ചു? 7 കൊല്ലോ. വചനം പറയും നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം. എങ്കിൽ നിന്റെ വാ തുറക്കുന്നതിനനുസരിച്ച് അകത്ത് ദൈവം നിറയ്ക്കും. വാ തുറന്നില്ലെങ്കിൽ അകത്ത് നിറയ്ക്കത്തില്ല. പുറത്തുകൂടി പോകും. പുറത്തുകൂടി ഒരു ബൈറ്റ് ഭാഷ നടത്ത്. ഓ ഹല്ലേലൂയ. അകത്ത് നിറയ്ക്കണമെങ്കിൽ നിന്റെ വായൊന്ന് തുറന്നുകൊട്. അതേ സഹോദര സഹോദരി, നിന്റെ വായൊന്ന് തുറന്നുകൊട്. നിന്റെ വായൊന്ന് തുറന്നുകൊട്. അതേ ദൈവത്തിന്റെ ദാസന്മാരെ ദാസിമാരെ, നിന്റെ വായൊന്ന് തുറന്നുകൊട്. അകത്ത് നിറയ്ക്കുന്നവൻ ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുണ്ട്. അകത്ത് നിറയ്ക്കുന്നവൻ, അകത്ത് നിറയ്ക്കുന്നവൻ, അകത്ത് നിറയ്ക്കുന്നവൻ, അകത്ത് നിറയ്ക്കുന്നവൻ. ഓ യെസ് യെസ് യെസ്. അകത്ത് നിറയ്ക്കുന്നവൻ, അകത്ത് നിറയ്ക്കുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓ പോരെ 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 പോരെ. ഞാൻ അല്പസാലിയ ആഴത്തിലോട്ട് ഇറങ്ങി വരട്ടെ. ആഴത്തിലോട്ട് പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. എല്ലാവരും ആരാച്ചാട്ട് ആ സഹോദരിയുടെ മേൽ ആ പാത്രത്തിലെ തൈലം വീണു. ആ സഹോദരിയുടെ മേൽ ഓ ഓ നിന്നെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. നിന്റെ ദേശം ഒന്നടങ്കം എഴുതാട്ടാൽ നിനക്കെതിരെ വരാൻ പറ്റത്തില്ല. നിന്റെ മേൽ പാത്രത്തിലെ തൈലം. കരമടിച്ചോ 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 കരമടിച്ച് ആരാധിച്ചോ. വായ വിസ്താരത്തിൽ തുറക്കുക. വായ വിസ്താരത്തിൽ തുറക്കുക. ഉടമനഘടകം ധുനഘടകം അത്തുൽഘടകം ധുനഘടകം അടകം മനകം ധുനഘടകം അടകത്താലം ധുനഘടകം വൈഡം മനകം ധുനഘടകം ഉടമാറബനെ ധുനഘടകം അത്തുൽഘടകം ധുനഘടകം അടകം മനകം ധുനഘടകം റിബനം ഘടകം ധുനഘടകം റീവൽക്കമനം ധുനഘടകം വൈഡം മനകം ധുനഘടകം ഓ അടക മനക ധുനഘടകം അത്തുൽഘടകം ധുനഘടകം അടകത്താലം ധുനഘടകം. എല്ലാവരും ആരാച്ചാട്ട്, എല്ലാവരും ആരാച്ചാട്ട്. ഇതിനകത്ത് തൈലം വീണിട്ടുണ്ട്. ഇതിനകത്ത് ചിലരുടെ തലയിൽ തൈലം വീഴ്ന്നിട്ടുണ്ട്. ഓ ചിലരുടെ തലമേൽ, ചിലരുടെ തലമേൽ, ചിലരുടെ തലമേൽ പാത്രത്തിലെ തൈലം, ചിലരുടെ തലമേൽ കൊമ്പിലെ തൈലം ഇതിനകത്ത് ഒഴുകുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. ചില തലമേൽ തൈലം വീണിട്ടുണ്ട്. ആത്മാവിൽ ഞാൻ കാണുന്നു, ആത്മാവിൽ ഞാൻ കാണുന്നു. ഇത് ആരാധന, ഇത് ആരാധന. ഇത് യാഗപീഠത്തിൽ തീ ഇറങ്ങുന്ന ആരാധന. യാഗപീഠത്തിൽ യാഗവസ്തു കത്തിയില്ലെങ്കിൽ, യാഗവസ്തു തകർന്നില്ലെങ്കിൽ, തീ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് വെളിപ്പെടുമ്പോ യാഗവസ്തു കത്തണമെങ്കിൽ തീ ഇറങ്ങണം. നീ ഒരുക്കി വെച്ച യാഗപീഠത്തിൽ ചില വസ്തുതകളുണ്ട്. നീ ഒരുക്കി വെച്ച യാഗപീഠത്തിൽ ചില വസ്തുതകളുണ്ട്. ഈ വസ്തുതയുടെ മേലാണ് തീ ഇറങ്ങുന്നത്. ഈ യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന വസ്തുതകൾ അത് കത്തണം, അത് കത്തി ചാരമാകണം. എങ്കിൽ തീ ഇറങ്ങിയെന്നുള്ള
അടയാളമുണ്ട്. അടയാളമാണ് ആവശ്യമെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു സമയമുണ്ട്. നിങ്ങളുടെ തലമേൽ വീഴാൻ പോകുന്നു. ആ തൈലം വീഴാൻ പോകുന്നു. ആ തൈലം വീഴാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിന്റെ താഴോട്ട് കടന്നു വരട്ടെ. വായിക്കാം. പിന്നെ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചു. ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു. താമസിക്കാതെ ഓടിപ്പോരുക. അങ്ങനെ ആ പ്രവാചകനായ യൗവനക്കാരൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നായക, എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ട് എന്നവൻ പറഞ്ഞതിന് ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹൂ ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്ന് ഉത്തരം പറഞ്ഞു. അഭിഷേകം വീഴുന്നപ്പോൾ തല മാറി. എല്ലാവരിലും വെച്ച് വിശേഷതയുള്ളവനാക്കി മാറ്റി. എല്ലാവരിലും വെച്ച് വിശേഷതയുള്ളവനാക്കി. ഇതിനാണ് നിന്റെ വാ തുറക്കണമെന്ന് പറയുന്നത്. നീ തുറന്നാൽ നിനക്ക് കൊള്ളാം കേട്ടോ. നീ തുറന്നാൽ നിനക്ക് കൊള്ളാം. ഇവിടെ ഇരിക്കുന്ന ആർക്കും വേണ്ടി നിങ്ങൾ തുറക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തുറക്കുക. അല്ലേലേ ആമേൻ. ആ തലയിലെ അല്ലേലേ ആമേൻ ആമേൻ. ആ സഹോദരിയോട് പറ, ദൈവത്തിന്റെ തൈലം നിന്റെ തലമേൽ വീണിട്ടുണ്ടോ? നിന്റെ തലമേൽ 6 മാസം 2 ആഴ്ച വരുന്ന നിന്റെ കുടുംബനാഥനെ ഓർത്ത് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ദേശത്തിൽ ഒരു ഉണർവ് വെളിപ്പെടും കേട്ടോ. ഒരു മാനസാന്തരത്തിന്റെ പട്ടിക നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ കടന്നു വന്ന ദൈവവൃത്യന്മാർ പറഞ്ഞ ആലോചനകൾ, ഓ എന്തിനാ നമ്മളിങ്ങനെ ഹല്ലേലൂയ നമ്മളെ വാഗ്ദത്തങ്ങളെ ഇല്ലായ്മ ചെയ്തു കളയുന്നത്? ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് സഭയോട് പ്രവചിക്കുകയാണ്, വിശ്വാസ ജനത്തോട് പ്രവചിക്കുകയാണ്. നിന്റെ തലമേൽ തൈലം വീണാൽ നീ വിശേഷതയുള്ള വ്യക്തിയായി മാറ്. ഓ ഹല്ലേലൂയ. പൗലോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ നീ സാധാ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. എപ്പോഴാണെന്നറിയാമോ? അഭിഷേകം നിന്റെ മേൽ വരുമ്പോ നീ സാധാ മനുഷ്യനല്ല. ഓ ഹല്ലേലൂയ, അസാധാരണ മനുഷ്യനാക്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നിന്റെ മേൽ തൈലം വീഴുന്ന ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ നമുക്ക് വേദപുസ്തകത്തിൽ വീണ്ടും കടന്നു വരിക. 92-ാമത്തെ സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. 92-ാമത്തെ സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലിബോദാനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കാച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി പച്ച പിടിച്ചുമിരിക്കും. വാർദ്ധക്യം വരുമ്പോഴും പച്ചയുമുണ്ട്, പുഷ്ടിയുമുണ്ട്, ഫലം കാച്ചുകൊണ്ടേയിരിക്കും. എവിടെയാണ് ഫലം കായ്ക്കാൻ? നല്ല ഹല്ലേലൂയ ആമേൻ ആമേൻ. ടാങ്കിൽ നിന്ന് വെള്ളം അടിച്ചിട്ടല്ല, നീ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിലാണ്. ഞാനും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ദൈവ കൃപയിൽ നിൽക്കുമെങ്കിൽ ഫലം കാച്ചുകൊണ്ടേയിരിക്കും. ഫലം കാച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് പോൽക്കാലം ചിലരുടെ മേൽ ഫലം വരാൻ പോവുക. ആമേൻ. നമ്മൾ അടുത്ത സെഷനിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ താഴോട്ടുള്ള കണ്ണിക കൂടി വായിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വായിക്കാം. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവന് നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. സ്വതന്ത്രം. യഹോവയിൽ എന്തില്ല? നീതികേടില്ല. അവൻ ആര്? പാറ. ഹല്ലേലൂയ. പാറയാകുന്ന ക്രിസ്തു ഇന്ന് പകൽ ചിലരെ അഭിഷേകത്തോടെ നിറയ്ക്കാൻ പോവുകയാണ്.